ഹായ് കുക്കു വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി ചെമ്മീനും ചക്കക്കുരും മാങ്ങയാണ്. ഇതൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 500 ഗ്രാംസ് ചക്കക്കുരു ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ വൈറ്റ് പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഈ ബ്രൗൺ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അതൊക്കെ നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ എന്ന് പറയണത്. പിന്നെ ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ചിട്ട് മാങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഞാൻ അതിലേക്കായിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, മുളക് പൊടി വേണം, പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം, 2 അല്ലി വെളുത്തുള്ളി വേണം, ഒരു 3 പച്ചമുളക് വേണം. വെളുത്തുള്ളി ഞാനിവിടെ ചേർക്കണത് ചക്കക്കുരു ചേർക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് വരും, അതുകൊണ്ട് വെളുത്തുള്ളി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇവിടെ താളിക്കാനായിട്ട് 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വേണം. പിന്നെ ഇവിടെ ഒരു മുറി തേങ്ങ ചെരുകിയ പാല്, 2-ാം പാല് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്, 1-ാം പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചക്കക്കുരു ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായി കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് 2 കപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഒരു 3/4 വേവ് ആവുന്നത് വരെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാം. ചക്കക്കുരു ഇവിടെ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീനും ചക്കക്കുരും മാങ്ങയും നല്ല കോമ്പിനേഷനാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ ചെമ്മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ അധികം വേവൊന്നുമില്ല. അപ്പോൾ ഈ മാങ്ങ നന്നായി വെന്തുടയൊന്നും വേണ്ട. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളപ്പിക്കരുത്. ആ തിള വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മളിത് ഓഫ് ചെയ്യണം. ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന്
ആ ഒരു തിള വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ താളിക്കണം, എന്നാലാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായി വഴറ്റി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 2 ചുവന്ന മുളക്, വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിടെ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ചേർക്കാം. ഞാനതവിടെ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇനി കയ്യിലിട്ട് നമ്മളത് ഇളക്കാൻ പാടില്ല. ചട്ടി നന്നായി ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. അങ്ങനെ ഇവിടെ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് നേരം, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് നന്നായി ഒന്ന് മൂടി വെക്കണം. എന്നാലേ ആ പുളിയൊക്കെ മീനിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചക്കക്കുരു ചെമ്മീനും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.